അദ്ദേഹം പഴയ പുതിയ വിശ്വാസികൾക്ക് ആദരണീയനാണ്. എന്നാൽ ആധുനിക യുഗത്തിലെ അബ്രഹാമാരും അതെ നമ്മുടെ പുതിയ ആത്മീയ കാലഘട്ടത്തിൽ നമ്മുടെ അമ്മച്ചിമാരൊക്കെ എബിയെന്നും അബിയെന്നും എബ്രഹാമെന്നും അബ്രാമെന്നും ഒക്കെ പേരിട്ട് ആധുനിക കാലഘട്ടത്തിലെ അബ്രഹാമാർക്ക് പേരിട്ടെങ്കിലും അബ്രഹാം പിതാവിനുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ ഒരു അംശം പോലും അവർ കണ്ടെത്തുവാൻ കഴിയുകയില്ല. അതെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അബ്രഹാം പിതാവും അബ്രാച്ചന്മാരുടെ അമ്മാരും തമ്മിലുള്ള വ്യത്യാസമാണ്. രണ്ട് ഭാഗമായാണ് ഇതിവിടെ അവതരിപ്പിക്കുന്നത്. ഒന്ന് പഴയ അബ്രഹാമും രണ്ട് പുതിയ അബ്രഹാമും. തീയും വെള്ളമാണ് ഹോമയാനുള്ള ആട്ടുകുട്ടികൾ വസ്തു നീതാണ്. ഇങ്ങോട്ടുള്ള വരെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ടും തരാനൊന്നും കാണത്തില്ല. ദശാംശമൊക്കെ വെറുതെ ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും തരത്തില്ല കേട്ടോ. എന്നോട് വിരോധമൊന്നും തോന്നില്ല. എനിക്ക് സ്വർഗത്തിൽ നിന്നൊരു വിളിയുണ്ട്. ദൈവമാണോ എന്തോ? ദൈവം വിളിച്ചെന്നോ? അതും സ്വർഗത്തിൽ നിന്ന്. മനുഷ്യനെ അതുമല്ല അശരീരിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഫോൺ എടുത്ത് നോക്ക്. അന്നാത്തോന്നായിരിക്കും. അല്ലടി അല്ല, ഫോണൊക്കെ ഞാൻ നോക്കിയത് അല്ലാത്തൊന്നുമല്ല. ഓ, ഇതിനാണ് അവിടെ കിടന്ന് കാണിയത്. എനിക്ക് ലേഡീസ് മീറ്റിംഗ് പോകാൻ സമയമായി. മേക്കപ്പ് ചെയ്യേണ്ടതാ. സ്വന്തം വീട്ടിൽ അമ്മയെ സഹായിക്കുന്നവളാ പാത്രം കഴിയാൻ. അതെ മനുഷ്യനെ, നിങ്ങൾക്കോ അയക്കുന്നവരോ ഒരു സഹകരണവും ഇല്ല. ഞാനെങ്കിലും പോയി ഒന്ന് സഹകരിച്ചോട്ടെ. സ്വന്തം വീട്ടിൽ കുടുംബക്കാരനായി ഇരിക്കാത്തവളാ എല്ലാവരും ലേഡീസ് മീറ്റിംഗിന് പോകുന്നു. പിന്നെ ഈ വീട്ടിൽ ഞാൻ വന്നു നിന്നോട് നന്മകളുണ്ട്. അല്ലെങ്കിൽ ഒന്ന് നോക്ക്. എനിക്ക് വയ്യ നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ. ഞാൻ പോവാ. മോരിയ ദേശത്ത്
ഇതിപ്പോ ഇസാഖിനെ എങ്ങനെ തരാനും കൂട്ടത്തിൽ വിവരമുള്ള അവൻ മാത്രമേ ഉള്ളൂ. ഇതൊരു മെഗാ ഓഫർ ആയില്ലോ. പിന്നെ ദൈവമേ, ഇനി കൊടുക്കാതിരുന്നാല് ദൈവകോപം ഉണ്ടായാലും എന്റെ കമ്പനി, വില്ല, എന്റെ BMW കാറ്, അവന്റെ സാലറി കാറ്, ഇതൊക്കെ ഉള്ളത് കൊണ്ട് സഭയിലുള്ള എല്ലാവരും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ഇതില്ലാത്തതിന്റെ അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഇതിലും വേറെ അവനെ ഞാൻ കൊടുക്കുന്നതാണ്. പറഞ്ഞ പോലെ ഇസാഖ് എന്ത് രാവിലെ പോലും അവനെ കാണാനില്ല. എടി സാറാമേ, സാറാമേ, എന്താ അച്ചായ? എന്തോ വേണം? എടി നമ്മുടെ അച്ഛനെ ഇസാഖ് എന്ത്? ഓ അവനോ? അവനിപ്പോ ചർച്ചിന്റെ ക്രിക്കറ്റ് ടീമിന്റെ പുറകെ നടക്കുവാ, ഒരു കപ്പും കാറ്റുമായിട്ട്. നീ അവനെ ഒന്ന് വിളിക്കും, എന്നിട്ട് അവനോട് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ അയ്യോ എനിക്ക് വയ്യ. എന്നിട്ട് വേണം അവന്റെ വായിൽ നിന്ന് സുവിശേഷം മൊത്തം ഞാൻ കേൾക്കാൻ. അച്ഛനെ വിളിച്ചാൽ മതി. ദൈവമേ, രക്ഷിക്കണമേ. ഹലോ 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 ഹലോ, ആരാ? അതെ, പപ്പയാണ്. പപ്പയാണ്. കപ്പയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുന്നത്. അല്ല, മുത്തല്ലോ. അല്ല, അല്ലെ, ഇവിടെ ഒരു ജീവമരണം പോരാട്ടം നടക്കണം. എന്താ മമ്മിയുടെ കാര്യം നിങ്ങൾ എല്ലാം മേടിച്ചോ? കിട്ടി, അതിപ്പോ ഒരു വിഷയമാണ്. അതിന് എന്തൊരു പ്രശ്നമുണ്ടോ? നീ അത്യാവശ്യമായിട്ട് ഇവിടെ വരുന്നത് വരണം. എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് ഞാൻ KFC വാങ്ങിച്ചിട്ട് അത് പപ്പേനെ കഴിച്ചത്. പപ്പയെ വാങ്ങി ക്ഷീണിച്ച് നമുക്ക് നിലക്കാട്ടിവിടെ മാക്കറോണി, പിസ്സ, പാസ്ത ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് മമ്മിനെ തന്നെ കഴിച്ചോളാൻ പറയാം. മോനെ, നീ ഇവിടെ വരെ എന്തോ വരണമെങ്കിൽ ഞാനിപ്പോ അതിന് വേണ്ടി എന്തോ ചെയ്യണം. ശരി, ഒരു എക്സാമ്പിൾ ഞാൻ കഴിച്ചത് അത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് അപ്പം വാങ്ങിച്ചു. ഇപ്പൊ തന്നെ വേണം. അവിടെ വരുമ്പോൾ എനിക്ക് കിട്ടണം. പെട്ടെന്ന് പപ്പ, നീ വന്നു. ഞാൻ പറഞ്ഞ സാധനം വാങ്ങിച്ചോ? ഓ, എക്സാക്ട് അത് ഞാൻ വാങ്ങിച്ചു വെച്ചില്ല. അപ്പന്മാരെ പറഞ്ഞ വാങ്ങിച്ച് തീർന്നതാണ്. ഞാൻ പോയി, എനിക്ക് വരെ പണി. ഞാൻ വാങ്ങിച്ചില്ലാന്ന് പറഞ്ഞില്ല. അതിനുമായി നമുക്കൊരു മൗണ്ടൻ വരെ പോകണം. മൗണ്ടനാ? ഞാനൊന്നുമില്ല, എനിക്ക് തടയാൻ പറയാൻ മതി. ഞാനില്ല. പെട്ടെന്ന് കിട്ടിക്കല്ലേ? ഞാനില്ല. ഞാൻ നിന്റെ അപ്പനില്ല. ഞാനില്ലാന്നല്ലേ പറഞ്ഞേ. നീ വരണം. ഇല്ല. നീ വന്നേ പറ്റത്തില്ല. വരണമെന്ന് ഇല്ല. നീ വരും. ഇല്ല. നിന്റെ അപ്പനെ ഞാനല്ല പറയുന്നത്. നീ വന്നേ പറ്റൂ. ഇല്ല, ഞാൻ വരില്ല. നീ വരും. ഇല്ല. ഞാൻ വരില്ല. വരും. ഞാൻ വരില്ല. വരും. ഇല്ല. വരും. ഇല്ല. ഇല്ല. അത് ഏത് കാലം ദൈവം ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ നൽകി കൊടുക്കുവാൻ പിതാവിന്